നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ ഒരു പുസ്തകമല്ല കേട്ടോ വിശകലനം ചെയ്യുന്നത്. ഇത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ശരിക്കും സ്പർശിച്ച, ഒരുപാട് പ്രചോദനം നൽകിയ ഒരു അമൂല്യ ഗ്രന്ഥമാണ്. ആദ്യശക്തി ഗായത്രി കി സമർത്ഥ സാധന. ഒരുപക്ഷേ നിങ്ങൾ ഗായത്രി മന്ത്രത്തെക്കുറിച്ചും സാധനയെക്കുറിച്ചുമൊക്കെ മുന്നേ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഈ പുസ്തകം ഗായത്രിയുടെ ശക്തി, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രായോഗികമാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലുള്ള, ഹൃദയത്തിൽ തൊടുന്ന ചില കാഴ്ചപ്പാടുകളാണ് തരുന്നത്. പിന്നെ ഇതിൻ്റെ രചയിതാവ് നമുക്കെല്ലാവർക്കും അറിയാം. അഖിലലോക ഗായത്രി പരിവാറിൻ്റെ സ്ഥാപകൻ, യുഗഋഷി, വേദമൂർത്തി, തപോനിഷ്ഠ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ, ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട പൂജ്യ ഗുരുദേവ്. നമ്മൾ ഈ ചർച്ചയിലുടനീളം അദ്ദേഹത്തെ രചയിതാവ് എന്നതിനേക്കാൾ ആദരവോടെ പൂജ്യ ഗുരുദേവ് എന്നായിരിക്കും വിളിക്കുക. തീർച്ചയായും അതുതന്നെയാണ് ശരി. പിന്നെ ഈ പുസ്തകം ഒരൊറ്റപ്പെട്ട ഒന്നല്ല. അതായത് 1988-നും 1990-നും ഇടയ്ക്ക് പൂജ്യ ഗുരുദേവ് ഒരു വലിയ ലക്ഷ്യത്തോടെ എഴുതിയതാണ് ക്രാന്തിധർമ്മി സാഹിത്യ പുസ്തകമാല എന്നൊരു പരമ്പരയുണ്ട്. ഒരു വിപ്ലവകരമായ, ഒരു യുഗപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സാഹിത്യ പരമ്പര. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ശരിക്കും പറഞ്ഞാൽ ആ പരമ്പരയിലെ ഓരോ പുസ്തകവും ഓരോ രത്നം പോലെയാണ്. ഓഹോ, അതിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഒരു സംഭവം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ടല്ലേ. 1990-ലെ വസന്ത പഞ്ചമി ദിവസം, അന്ന് പൂജ്യ ഗുരുദേവ് വന്ദനീയ മാതാജിയോട് പറഞ്ഞ ചില വാക്കുകൾ, അത് ഈ പുസ്തകങ്ങളെ, അല്ലെങ്കിൽ ഈ അറിവിനെ നമ്മൾ എങ്ങനെ കാണണം എന്നതിന് ഒരു ദിശാബോധം തരുന്നുണ്ട്. അതെ അതെ, ആ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ശരിക്കും ആഴത്തിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജ്ഞാനശരീരം ജീവിക്കും, അതിന്റെ പ്രകാശം ഓരോ വ്യക്തിയിലും എത്തണം. എല്ലാവരോടും പറയൂ, എന്റെ എല്ലാ കുട്ടികളോടും പറയൂ, എന്റെ ജ്ഞാനശരീരം എന്റെ ക്രാന്തിധർമ്മി സാഹിത്യ രൂപത്തിൽ ഓരോ ഹൃദയത്തിലും എത്തിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ പുസ്തകം, അത് പൂജ്യ ഗുരുദേവിന്റെ ആ അനശ്വരമായ ജ്ഞാനശരീരത്തിന്റെ ആ വലിയ അറിവിന്റെ ഭാഗമാണ്. ആ വെളിച്ചം സ്വീകരിക്കാനും പങ്കുവയ്ക്കാനുമാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പൂജ്യ ഗുരുദേവ് ഈ പുസ്തകത്തിലൂടെ പങ്കുവെക്കുന്ന ഗായത്രി സാധനയുടെ ആഴത്തിലുള്ള ശക്തി, അതിൻ്റെ തത്വങ്ങൾ, അതൊക്കെ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ അതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തുക, അല്ലേ? ശരിയാണ്. അതെ, നമുക്ക് ആ അമൂല്യമായ അറിവിന്റെ ലോകത്തേക്ക് കടക്കാം. ഓക്കെ. ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഗായത്രി മന്ത്രത്തെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു അടിസ്ഥാന ശിലയായിട്ടാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് അത്രയേറെ പ്രാധാന്യം? വെറുമൊരു മന്ത്രം എന്നതിനപ്പുറം എന്താണ് ഗായത്രി? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പൂജ്യ ഗുരുദേവ് അതാണ് വ്യക്തമാക്കുന്നത്. ഗായത്രി എന്നത് നമ്മൾ പൂജാമുറിയിലൊക്കെ ചൊല്ലുന്ന ഒരു മന്ത്രം മാത്രമല്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ, ഭാരതീയ ദർശനത്തിന്റെയൊക്കെ ആത്മാവാണ്. ഇപ്പൊ ഗീത, ഉപനിഷത്തുകൾ, സ്മൃതികൾ, രാമായണം, ഇതിലൊക്കെ അതിൻ്റെ ഒരു സത്ത, ഒരു എസെൻസ് പല രൂപത്തിൽ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു മനുഷ്യനെ പോലും അവൻ്റെ ഉള്ളിലുള്ള ഒരു ദൈവികമായ സാധ്യതയുണ്ടല്ലോ, അതിനെ തൊട്ടുണർത്താൻ കഴിയും. അവനെ ഉയർന്ന തലത്തിലേക്ക്, പൂജ്യ ഗുരുദേവ് പറയുന്നത് പോലെ, നരനിൽ നിന്ന് നാരായണനിലേക്ക് ഉയർത്താനുള്ള കഴിവ്, അതൊരു സാധ്യതയാണ്. ഓരോ മനുഷ്യനുമുള്ള ഒരു പൊട്ടൻഷ്യൽ. നരനിൽ നിന്ന് നാരായണനിലേക്ക്, ആ ഒരു ആശയം തന്നെ എന്തൊരു ശക്തമാണല്ലേ. അപ്പോൾ വെറുതെ മന്ത്രം ഭക്തിയോടെ ഉരുവിടുന്നതിനപ്പുറം എന്തൊക്കെയോ ഇതിലുണ്ട് എന്ന് വ്യക്തം. പുസ്തകത്തിൽ ഗായത്രി, സാവിത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതെ, പൂജ്യ ഗുരുദേവ് ഇവിടെ ഗായത്രിയെ ഒരു തത്വജ്ഞാനമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ആന്തരികമായ അറിവ്, ജ്ഞാനം. അതേസമയം സാവിത്രി എന്ന് പറയുന്നത് ആ അറിവിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ശക്തിയാണ്, കർമ്മം, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സയൻസ് എന്ന് പറയാം. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ചുള്ള എല്ലാ തിയറിയും അറിയാമെന്നത് ഗായത്രിയുടെ തലമാണെങ്കിൽ, ആ അറിവ് ഉപയോഗിച്ച് വണ്ടി നന്നായിട്ട് ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് സാവിത്രിയുടെ തലമാണ്. ഓഹോ, മനസ്സിലായി. അതെ, രണ്ടും വേണം. അറിവും ഗായത്രി, പ്രവൃത്തിയും സാവിത്രി. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഗായത്രി ഒരു മഹാശക്തിയായി മാറുന്നത്. ഈ അറിവും പ്രവൃത്തിയും ചേർന്ന ഗായത്രിയെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിൽ ത്രിപദ ഗായത്രിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതായത് 3 ധാരകൾ, ഹ്രീം, ശ്രീം, ക്ലീം.
സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എന്താണെന്നൊന്ന് പറയാമോ? ഇത് വെറും ശബ്ദങ്ങളാണോ? അതോ ഇതിന് പിന്നിൽ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടോ? ആ ഇത് ഗായത്രി സാധനയുടെ വളരെ കാതലായ ഒരു ഭാഗമാണ്. ഇവ വെറും ശബ്ദങ്ങളല്ല, മറിച്ച് ഗായത്രിയുടെ ശക്തി പ്രകടമാവുന്ന 3 പ്രധാനപ്പെട്ട ഊർജ്ജധാരകളാണ്. എനർജി സ്ട്രീംസ് എന്ന് പറയാം. ഒന്നാമത്തത് ഹ്രീം, സവിത. ഇതിനെ നമുക്ക് ഊർജം അല്ലെങ്കിൽ തേജസ്, ഒരു ഡൈനാമിസം എന്നൊക്കെ വിളിക്കാം. ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഒരു മടി, ഒരു ആലസ്യം, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ലായ്മയൊക്കെ തോന്നാറില്ലേ? തോന്നാറുണ്ട്. അതിനെയൊക്കെ ഭേദിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു ആന്തരിക ശക്തി, ഒരു സ്പാർക്ക്, അതാണ് ഹ്രീം. ഒരു അനീതി കാണുമ്പോൾ പ്രതികരിക്കാനും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. ഉള്ളിലൊരു ചൂട് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തത് ശ്രീം, സരസ്വതി. ഇത് സദാചാരം, സൗന്ദര്യം, ധാർമ്മികത, ഒരു ശാലീനത, അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശ്രീം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിന് പകരം നമ്മുടെ സ്വന്തം യോഗ്യത വർദ്ധിപ്പിക്കാനാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗുണം. ദേവസ്യ ധീമഹി എന്ന് മന്ത്രത്തിൽ പറയുന്നില്ലേ? ഉണ്ട്. ആ ദൈവീക ഗുണങ്ങളെ ധ്യാനിച്ച് നമ്മളിലേക്ക് ആവാഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗന്ദര്യവും അന്തസ്സുമുണ്ട്. അതാണ് ശ്രീം. മൂന്നാമത്തത് ക്ലീം, ലക്ഷ്മി. ഇത് നമ്മൾ സാധാരണ ധരിക്കുന്ന പണമോ ഭൗതിക സമ്പത്തോ മാത്രമല്ല, മറിച്ച് വിവേകം, ദീർഘവീക്ഷണം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ്, അതിലൂടെ വരുന്നൊരു സമൃദ്ധിയാണ്. പുസ്തകത്തിൽ നീരക്ഷീര വിവേകം എന്ന് പറയുന്നുണ്ട്. അതായത് അരയന്നം വെള്ളത്തിൽ നിന്ന് പാലിനെ വേർതിരിച്ചെടുക്കുമെന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ നല്ലതിനെയും ചീത്തയെയും ശരിയെയും തെറ്റിനെയും വ്യക്തമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. ധ്യോയോനഃ പ്രചോദയാത്, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്ന ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിവേകം. ഈ വിവേകബുദ്ധി ശരിയായ തീരുമാനങ്ങളെടുക്കാനും അതുവഴി ജീവിതത്തിൽ യഥാർത്ഥ സമൃദ്ധി കൊണ്ടുവരാനും സഹായിക്കും. ഇത് വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിനും ലോകത്തിനും നല്ല ചിന്തകൾ നൽകും. അപ്പോൾ ഈ ഹ്രീം, ശ്രീം, ക്ലീം എന്നത് യഥാക്രമം ഊർജം, സദാചാരം, വിവേകം എന്നിവയുടെ പ്രതീകങ്ങളാണ് അല്ലേ? ഇവ മൂന്നും ഒരു വ്യക്തിയിൽ ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോ ഗംഗ, യമുന, സരസ്വതി നദികൾ ഒന്നിച്ചു ചേരുന്ന ത്രിവേണി സംഗമം പോലെയാണ് ഈ 3 ശക്തികളും നമ്മുടെ ഉള്ളിൽ ഒന്നിക്കുന്നത്. ഈ സംഗമം ഒരു വ്യക്തിക്ക് അളവറ്റ ആന്തരിക ശക്തിയും പുണ്യവും നൽകുമെന്നാണ് പറയുന്നത്. സാധാരണ നിലയിലുള്ള ഒരാൾക്ക് പോലും വലിയ മാറ്റങ്ങൾ സാധ്യമാക്കാൻ ഇതിന് കഴിയും. പൂജ്യ ഗുരുദേവ് പറയുന്നത് പോലെ, കറുത്ത കൽക്കരി തിളങ്ങുന്ന രത്നമായി മാറുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു സാധാരണ കാക്ക അരയന്നത്തിന്റെ ഗുണങ്ങളിലേക്ക് ഉയരുന്നത് പോലെയോ ഉള്ളൊരു വലിയ രൂപാന്തരമാണ് ഇത് സാധ്യമാക്കുന്നത്. ഇത് വെറും സങ്കല്പമല്ലാട്ടോ, സാധനയിലൂടെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ 3 അടിസ്ഥാന ശക്തികളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു ഊർജം തോന്നുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഹ്രീം, ശ്രീം, ക്ലീം ശക്തികളെ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുക? അതിനുള്ള പ്രായോഗിക വഴികളായിട്ടാണോ പുസ്തകത്തിൽ പറയുന്ന ആ 9 സദ്ഗുണങ്ങൾ, നവസദ്ഗുണങ്ങൾ വരുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതെ. ഈ 9 സദ്ഗുണങ്ങൾ വെറുമൊരു നല്ല ശീലങ്ങളുടെ ലിസ്റ്റല്ല, മറിച്ച് ഗായത്രിയുടെ ആ 3 അടിസ്ഥാന ശക്തികളിലെ ഹ്രീം, ശ്രീം, ക്ലീം, അതിനെ നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്നതിന്റെ പ്രായോഗിക രൂപമാണ്. ഈ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്താതെ ഗായത്രി സാധന പൂർണ്ണമാവില്ല എന്ന് പൂജ്യ ഗുരുദേവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് ആ ഗുണങ്ങളെ വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതിനു പകരം അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയാലോ? അത് നന്നായിരിക്കും. ഒരു 3 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ ഒരു ചിട്ട, ഒരു ഊർജ്ജസ്വരത. ഇതിൽ ശ്രമശീലത വരും, അതായത് കഠിനാധ്വാനം. ഇത് ഹ്രീം എന്ന ഊർജത്തിന്റെ ഒരു പ്രകടഭാവമാണ്. പിന്നെ മിതവ്യയത, ആവശ്യത്തിനു മാത്രം ഉപയോഗിക്കുക, ദുർവ്യയം ഒഴിവാക്കുക. ഇത് ക്ലീൻ തരുന്ന വിവേകത്തിന്റെ ഫലമാണ്. പിന്നെ സുവ്യവസ്ഥ, കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുക, വൃത്തിയും വെടിപ്പുമൊക്കെ സൂക്ഷിക്കുക. ശരി. ഉദാഹരണത്തിന്, നമ്മുടെ സമയവും കഴിവും വെറുതെ കളയാതെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശ്രമശീലത. നമ്മുടെ വരുമാനം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുന്നത് മിതവ്യയിത.
നമ്മുടെ മുറിയും പരിസരവും ചിട്ടയായി സൂക്ഷിക്കുന്നത് സുവ്യവസ്ഥ. രണ്ടാമത്തെ വിഭാഗം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലെ ധാർമ്മികതയും സഹകരണവുമാണ്. ഇവിടെ ശിഷ്ടത വരും, മര്യാദ, വിനയം, അതുപോലെ ഉദാര സഹകാരിത, മറ്റുള്ളവരെ സഹായിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള മനസ്സ്. ഈ ഗുണങ്ങൾ ശ്രീം എന്ന ധാർമ്മിക ബോധത്തിൽ നിന്നും അന്തസ്സിൽ നിന്നും വരുന്നതാണ്. മറ്റുള്ളവരോട് പുഞ്ചിരിയോടെ ബഹുമാനത്തോടെ പെരുമാറുന്നത് ശിഷ്ടത. നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റൊരാൾക്കൊരു സഹായം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പൊതുകാര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത്, അതാണ് ഉദാര സഹകാരിത. മൂന്നാമത്തത് നമ്മുടെ വ്യക്തിപരമായ ഒരു ഉൾക്കരുത്തും ഉത്തരവാദിത്വബോധവുമാണ്. ഇതിൽ സമജ്ദാരി വരൂ, കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവ്, ദീർഘവീക്ഷണം, ഇത് ക്ലീം എന്ന വിവേകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈമാൻദാരി, സത്യസന്ധത, വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുക, ഇത് ശ്രീം എന്ന ധാർമ്മികതയുടെ ഭാഗമാണ്. ജിമ്മേദാരി, ഉത്തരവാദിത്വബോധം, നമ്മോടും കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെയുള്ള കടമകൾ. അവസാനമായി ബഹാദുരി, ധൈര്യം, അനീതിക്കെതിരെ ശബ്ദിക്കാനുള്ള ആർജവം, ഇത് ഹ്രീം എന്ന ഊർജത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു കാര്യം ചെയ്യുന്നതിനു മുൻപ് അതിന്റെ വരുംവരായികകളെക്കുറിച്ച് ചിന്തിക്കുന്നത് സമജ്ദാരി. കടം വാങ്ങിയാൽ കൃത്യമായി തിരികെ കൊടുക്കുന്നത് ഈമാൻദാരി. നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുന്നത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒക്കെ ജിമ്മേദാരിയുടെ ഭാഗമാണ്. ഒരു തെറ്റായ പ്രവണതയെ എതിർക്കാനുള്ള ധൈര്യം കാണിക്കുന്നത് ബഹാദൂരി. ഈ ഗുണങ്ങളെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കേൾക്കുമ്പോൾ അവ ഗായത്രിയുടെ അടിസ്ഥാന ശക്തികളുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശരിക്കും വ്യക്തമാവുന്നുണ്ട്. ഈ മിതവ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തുപോയി, ഇന്നത്തെ ഈ ഉപഭോഗ സംസ്കാരമില്ലേ, കൺസ്യൂമർ കൾച്ചർ, അതിലിത് എത്രത്തോളം ഒരു ചാലഞ്ചാണ്? ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും പ്രായോഗിക വഴികൾ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. പുസ്തകം ഊന്നൽ നൽകുന്നത് ലളിത ജീവിതം ഉന്നത ചിന്ത, സാദാ ജീവൻ ഉച്ച വിചാർ എന്ന ആശയത്തിനാണ്. മിതവ്യയത എന്നത് ഒരു പിശുക്കല്ലല്ലേട്ടോ, മറിച്ച് വിവേകത്തോടെയുള്ള ഉപയോഗമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നീഡ്സ്, അത് നിറവേറ്റുക. എന്നാൽ അനാവശ്യമായ ആഗ്രഹങ്ങൾക്ക്, വോൺട്സ് ന് പിന്നാലെ പോയി സമയവും പണവും ഊർജവും ഒന്നും നശിപ്പിക്കാതിരിക്കുക. ഇത് പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒരു ശീലമാണ്. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് പണമായാലും സമയമായാലും ഊർജമായാലും, അത് നമുക്ക് മാത്രമല്ല സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മിതവ്യയത ഒരു ഭാരമാവില്ല, അതൊരു സന്തോഷമാവും. ഇത് ക്ലീം എന്ന വിവേകത്തിന്റെ ഒരു പ്രായോഗിക രൂപം കൂടിയാണ്. അപ്പോ ഈ പറഞ്ഞ 9 ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഗായത്രി സാധനയുടെ ഭാഗമാണെന്ന് സാരം. സാധന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് മന്ത്രം ജപിക്കൽ, ധ്യാനം, ഇതൊക്കെയാണല്ലോ. അതിനപ്പുറം എന്താണ് പുസ്തകം സാധനയെക്കുറിച്ച് പറയുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൂജ്യ ഗുരുദേവ് സാധനയെ 3 കാര്യങ്ങൾ ചേർന്ന് ഒന്നായിട്ടാണ് കാണുന്നത്. ഉപാസന, അതായത് ദൈവത്തോടോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഉയർന്ന ശക്തിയോടോ അടുത്തിരിക്കാനുള്ള ശ്രമം. ഇതിൽ ജപം, ധ്യാനമൊക്കെ വരും. ജീവൻ സാധന, നമ്മളിപ്പോ ചർച്ച ചെയ്ത ആ 9 സദ്ഗുണങ്ങളില്ലേ, അതുപോലുള്ള മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള നിരന്തരമായ പരിശ്രമം. പിന്നെ തത്വദർശൻ, ജീവിതത്തെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ശരിയായ അറിവ് നേടൽ. ഇവ 3 ചേരുമ്പോഴാണ് സാധന പൂർണ്ണമാകുന്നത്. അല്ലാതെ വെറുതെ മന്ത്രം ജപിച്ചതുകൊണ്ട് കാര്യമില്ല. ഇല്ല, വെറുതെ മണിക്കൂറുകളോളം മന്ത്രം ജപിച്ചിട്ട് പുറത്തിറങ്ങി മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയോ സത്യസന്ധതയില്ലാതെ ജീവിക്കുകയോ ചെയ്താൽ ആ സാധനയ്ക്ക് ഫലമുണ്ടാവില്ല. പുസ്തകത്തിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ആയുർവേദത്തിലൊരു മരുന്നുണ്ടാക്കുന്നതിന് മുൻപ് അതിലെ ചേരുവകളെ ശുദ്ധീകരിക്കുന്ന ചില പ്രക്രിയകളുണ്ട്. ശോധൻ, ജാരൺ, മാരൺ എന്നൊക്കെ പറയും. അതുപോലെ ഗായത്രി സാധനയുടെ പൂർണ്ണഫലം കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ, അഹങ്കാരം, സ്വാർത്ഥത, കോപം പോലുള്ള ദുർഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഇതിനെയാണ് ആത്മശോധൻ, സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ജീവിത രീതികളെ ചിട്ടപ്പെടുത്തി മെച്ചപ്പെടുത്തണം. പരിഷ്കൃത ജീവൻ, ഒരു റിഫൈൻഡ് ലൈഫ്, ഇതിനുശേഷമുള്ള ഉപാസനയ്ക്കാണ് യഥാർത്ഥ ഫലം കിട്ടുക. സാധനയ്ക്കായി ശുദ്ധമായ ഒരിടം, ഒരു ദീപം, ജലപാത്രം, പുഷ്പങ്ങൾ, ഇതൊക്കെ ഒരുക്കുന്നത് നല്ലതാണ്. അവ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കും. എന്നാൽ അവയെല്ലാം പ്രതീകങ്ങളാണ്.
യഥാർത്ഥ സാധന നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. ഗായത്രി സാധന കൂടുതലും വ്യക്തിഗതമായ ഒന്നാണെങ്കിലും യജ്ഞം പോലുള്ള സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ടോ? അതായത് വ്യക്തിയുടെ വളർച്ച സമൂഹത്തിന്റെ വളർച്ചയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? തീർച്ചയായും. ഗായത്രിയും യജ്ഞവും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണെന്നാണ് പൂജ ഗുരുദേവ് പറയുന്നത്. ഗായത്രി നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ആ ശുദ്ധീകരണത്തിന്റെയും ഊർജം നൽകുന്നതിന്റെയും ഒക്കെ ഒരു ബാഹ്യവും സാമൂഹികവുമായ രൂപമാണ് യജ്ഞം. യജ്ഞത്തിലെ അഗ്നിയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഹവിസില്ലേ, മരുന്നുകളൊക്കെ ചേർത്ത നെയ്യ്, അത് സൂക്ഷ്മ രൂപത്തിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കും. അതുപോലെ യജ്ഞം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അന്തരീക്ഷത്തിന്റെ പോലും ശുദ്ധീകരണത്തിന് സഹായിക്കുന്നു എന്ന് ശാന്തികുഞ്ചിൽ നടന്ന ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നതായി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓഹോ, അതും പറയുന്നുണ്ട്. യുഗസന്ധിയായിട്ടാണ് കണ്ടത്. അതായത് ഒരു പഴയ യുഗം അവസാനിക്കുകയും പുതിയതൊന്ന് ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു നിർണായകമായ സമയം, ഒരു ട്രാൻസിഷൻ പീരീഡ്. ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ അതിജീവിച്ച് നല്ലൊരു ഭാവിക്കായി ലോകമെമ്പാടും ഒരു വലിയ ആത്മീയ മുന്നേറ്റം ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് ഗായത്രി യജ്ഞങ്ങൾ നടത്താനും ഗായത്രിയുടെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയ പ്രബുദ്ധരായ 1 കോടി വ്യക്തികളെ, അവരെ സൃജൻ സാധക് എന്നാണ് അദ്ദേഹം വിളിച്ചത്, അങ്ങനെയുള്ളവരെ വാർത്തെടുക്കാനുമുള്ള ഒരു വലിയ പദ്ധതി അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു. അപ്പോ വ്യക്തിഗത സാധനയിലൂടെ നമ്മൾ നേടുന്ന ഊർജവും സദ്ഗുണങ്ങളും സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇതിൽ നിന്ന് ആദ്യശക്തി ഗായത്രിക്ക് സമർത്ഥ സാധന എന്ന ഈ പുസ്തകത്തിലൂടെ പൂജ്യ ഗുരുദേവ് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരിക്കും? ഗായത്രി സാധനയുടെ യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും ഇരിക്കുന്നത് അത് നമ്മുടെ സ്വഭാവത്തെയും ചിന്തകളെയും പ്രവൃത്തികളെയും എത്രത്തോളം നല്ല രീതിയിൽ മാറ്റുന്നു എന്നതിലാണ്. അത് വെറുമൊരു മന്ത്രം ചൊല്ലലോ അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന അനുഷ്ഠാനങ്ങളോ അല്ല, മറിച്ച് ഉപാസനയും ആരാധന, ജീവൻ സാധനയും സദ്ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തൽ, തത്വദർശനവും ആത്മീയജ്ഞാനവും ചേർന്ന ഒരു സമഗ്രമായ ജീവിതരീതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 9 സദ്ഗുണങ്ങൾ ശ്രമശീലത, ശിഷ്ടത, മിതവ്യയിത, സുവ്യവസ്ഥ, ഉദാര സഹകാരിത, സമജ്ദാരി, ഈമാൻദാരി, ജിമ്മേദാരി, ബഹാദൂരി ഇവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിരന്തരം ശ്രമിക്കുക എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയവും ആന്തരികമായ സന്തോഷവും സാധാരണത്വത്തിൽ നിന്നൊരു ദൈവീകമായ ഉയർച്ചയിലേക്കുള്ള പടികളും ഈ സമഗ്രമായ സാധനയിൽ അധിഷ്ഠിതമാണെന്ന് പൂജ്യ ഗുരുദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കുമുള്ളൊരു ആഹ്വാനം എന്താണ്? പൂജ്യ ഗുരുദേവന്റെ ആഗ്രഹം വളരെ വ്യക്തമായിരുന്നു, അല്ലേ? എന്റെ ജ്ഞാനശരീരം ജീവിക്കും, അതിന്റെ പ്രകാശം ഓരോ ഹൃദയത്തിലും എത്തണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്ക് കിട്ടിയ ഈ അനശ്വരമായ അറിവിന്റെ ദീപശിഖ അതണയാതെ സൂക്ഷിക്കേണ്ടതും അതിന്റെ വെളിച്ചം വരും തലമുറകളിലേക്കും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും പകരേണ്ടതും നമ്മുടെ എല്ലാം ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഈ പുസ്തകം വായിക്കുന്നതും അതിലെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതും ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളാണ് ശരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാനും പൂജ്യ ഗുരുദേവന്റെ മറ്റ് അമൂല്യമായ പുസ്തകങ്ങൾ വായിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനും വഴികളുണ്ടല്ലേ? തീർച്ചയായും. നിങ്ങൾക്ക് www.awgp.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അവിടെ അഖിലലോക ഗായത്രി പരിവാറിന്റെ ആയിരക്കണക്കിന് പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും മറ്റ് വിഭവങ്ങളുമൊക്കെ സൗജന്യമായി ലഭ്യമാണ്. മലയാളം ഉൾപ്പെടെ ഒരുപാട് ഭാരതീയ ഭാഷകളിലും വിദേശ ഭാഷകളിലുമൊക്കെ ഈ സാഹിത്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ഈ അറിവ് പങ്കുവയ്ക്കാനായി ചെലവഴിച്ചതിന് ഈ ചർച്ച കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി. എങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. കാരണം സാധനയും സദ്ഭാവനയും നമ്മെ എല്ലാവരെയും എപ്പോഴും ഒരേ സ്നേഹത്തിന്റെയും നന്മയുടെയും ചരടിൽ ബന്ധിപ്പിക്കുന്നു. നന്ദി.